ഗുഡ് മോർണിംഗ് ഓൾ. രാമകൃഷ്ണൻ DB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ വെള്ളിയാഴ്ച കണ്ടത് നല്ല രീതിയിലുള്ള സെൽ ഓഫാണ് അമേരിക്കൻ മാർക്കറ്റിൽ, അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ, യൂറോപ്യൻ മാർക്കറ്റിൽ, അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളിലെല്ലാം തന്നെ ഒരു സെൽ ഓഫ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടിരുന്നു. ഇതിന് അമേരിക്കയിലത്തെ സെൽ ഓഫിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ Q1 ബാങ്കിങ് റിസൾട്ടുകൾ അനൗൺസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. JP മോർഗൻ, വെൽസ് ഫാർഗോ, സിറ്റി ഗ്രൂപ്പ്, ഈ ബാങ്കിങ് സ്റ്റോക്കുകൾ, ഈ ബാങ്കിങ് കമ്പനികൾ അവരുടെ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിരുന്നു. ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു രണ്ട് ബാങ്കുകളുടെ റിസൾട്ട് വന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലുണ്ടായിരുന്നു. ഒപ്പം മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ളൊരു സംഘർഷം, അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലുണ്ടായിരുന്നു. പക്ഷേ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിങ്ങിലാണ് $2360.2 പെർ ഔൺസിൽ ക്ലോസ് ചെയ്തത് ജൂൺ ഫ്യൂച്ചേഴ്സ്. അതിനു മുമ്പ് ജൂൺ ഫ്യൂച്ചേഴ്സ് $2448.8 പെർ ഔൺസ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം സ്പോട്ട് ഗോൾഡ് $2431.9 പെർ ഔൺസും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം $2345 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ $2375 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ $2352 പെർ ഔൺസിനാണ് സ്പോട്ട് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു, $90.15 പെർ ബാരലായിരുന്നു. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. കോപ്പർ വെള്ളിയാഴ്ച 52 പുതിയ 22 മന്ത് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും കോപ്പറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ വരുന്നുണ്ട്. കോപ്പർ $9630 പെർ ടൺ പുതിയ 22 മന്ത് ഹിറ്റ് ചെയ്തതിന് ശേഷം $9480 പെർ ടണ്ണിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയം, സിങ്ക്, മറ്റ് മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ചൈനീസ് മാർക്കറ്റിൽ നല്ല റാലിയാണ്. ഇന്ന് മറ്റ് മാർക്കറ്റുകളെല്ലാം വീക്കാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ വീണ്ടും വലിയ രീതിയിൽ സംഘർഷം വരുമോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ സൂചിപ്പിക്കുന്നത് സംഘർഷം കുറേശ്ശെ ലഘൂകരിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലും ഒരു റീബൗണ്ട് വന്നേക്കാം ലോവർ ലെവലിൽ നിന്ന്. പക്ഷേ ചൈനീസ് മാർക്കറ്റിൽ നല്ല റാലിയാണെന്ന് മോർണിംഗിൽ ഗോൾഡ്മാൻ സാക്സും മോർഗൻ സ്റ്റാൻലിയും തുടങ്ങിയിട്ടുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നേറുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയുണ്ട്. നല്ല രീതിയിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് ചൈനയിൽ ബൈ ചെയ്യുന്നു എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. ഒപ്പം ചൈനീസ് റെഗുലേറ്ററും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പല മെഷേഴ്സും എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം റെക്കോർഡ് ലോയിലാണ് കഴിഞ്ഞ വർഷമൊക്കെ ചൈനയിൽ ഫണ്ട് കളക്ഷൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ കൂടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനീസ് റെഗുലേറ്റർക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രോപ്പപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്ന് ചൈനീസ് മാർക്കറ്റിലുണ്ട്. ഇത് ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റിന് റിഫ്ലക്റ്റഡ് ആയേക്കാം. പ്രത്യേകിച്ച് മെറ്റൽ സ്റ്റോക്കുകളിൽ സ്റ്റീല്, അലുമിനിയം, കോപ്പർ, അയൺ ഓർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ലോവർ ലെവലിൽ നിന്ന് ഇന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽ സ്റ്റോക്കുകൾ, RT ഇൻഡസ്ട്രീസ്, ജൂബിലൻ്റ് ഇൻഗ്രേവിയ, SRF, ഈ സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ മുന്നേറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് പുലർത്തിയ തരത്തിലുള്ളൊരു വലിയ ക്രാഷ് ഒന്നും മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് ഒരു വീക്ക് ഓപ്പണിംഗ്, അതിനുശേഷം ഒരു വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവാം. ആ വൊളാറ്റിലിറ്റിയിൽ മെറ്റൽ സ്റ്റോക്കുകളും സ്പെഷ്യാലിറ്റി കെമിക്കൽ സ്റ്റോക്കുകളൊക്കെ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. Q4 റിസൾട്ട് TCSന്റെ അനൗൺസ്മെന്റ് വന്നിരുന്നു വെള്ളിയാഴ്ച. ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. ഇത് തീർച്ചയായിട്ടും TCSലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ന് ഓപ്പണിംഗിൽ ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റ് IT കമ്പനികളെ സംബന്ധിച്ചും ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കോപ്പർ റിലേറ്റഡ് സ്റ്റോക്കുകൾ വേദാന്ത, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിൻഡാൽകോ, ഹിന്ദുസ്ഥാൻ കോപ്പറൊക്കെ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കാരണം ഹ്യൂജ് ഡിമാൻഡാണ് കോപ്പറിൽ അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ മറ്റ് മെറ്റൽ സ്റ്റോക്കുകളെയും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മെറ്റൽ സ്റ്റോക്കുകൾ ഇന്ന് രണ്ട് ന്യൂസ് ഉണ്ട്: ചൈനീസ് റിക്കവറി, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ന്യൂസുകളും മെറ്റൽ സ്റ്റോക്കുകളെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ MOU സൈൻ ചെയ്തിട്ടുണ്ട്.
AI റിലേറ്റഡ് ടൂളുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് മാനുഫാക്ചറിങ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലൊക്കെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വോഡാഫോൺ ഐഡിയ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ വരെയാണ്. April 18 ഓപ്പൺ ചെയ്ത് 22 എൻഡ് ചെയ്യും. GQG പാർട്ട്നേഴ്സും SBI മ്യൂച്വൽ ഫണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. അറൗണ്ട് $800 million വോഡാഫോണെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ വോഡാഫോൺ ഫണ്ട് സ്വരൂപിച്ച് കഴിഞ്ഞാൽ വോഡാഫോൺ പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ടുള്ള പല കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഇൻഡസ് ടവർ അത്തരത്തിലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ വോഡാഫോണിൻ്റെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ സക്സസ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ കേന്ദ്രം ഭരിക്കുന്ന NDAയുടെ പ്രമുഖ കക്ഷിയായ BJPയുടെ പ്രകടന പത്രിക വന്നിട്ടുണ്ട്. അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള റെയിൽവേ റിലേറ്റഡ്, ഡിഫൻസ് റിലേറ്റഡ്, അതുപോലെ തന്നെ സോളാർ, റിന്യൂവബിൾ എനർജി റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സെക്ടേഴ്സ് തന്നെയാണ്. എന്നിരുന്നാലും ഈ ന്യൂസ് മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊരു ബൈയിങ്ങിന് പ്രോംപ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാരി റിന്യൂവബിൾ എനർജി ടെക്നോളജീസ്, വാരി ടെക്നോളജീസ്, ജെൻസോൾ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, KP എനർജി ലിമിറ്റഡ്, KP ഗ്രീൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ഇത് BSE SMEയിൽ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. KPI ഗ്രീൻ ലിമിറ്റഡ്, ടാറ്റ പവർ, SJVN, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ലോവർ ലെവലിൽ നിന്നൊരു ഭയം കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾക്കും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് 97 തേജസ് ഫ്ലൈറ്റുകൾക്കുള്ള ഓർഡർ കിട്ടിയെന്നാണ് പറയുന്നത്. 65,000 കോടി രൂപയാണ് സൈസ് വരുന്നത്. ലാർജസ്റ്റ് എവർ ഓർഡർ ആയിരിക്കും. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഒപ്പം 400 ഫൈറ്ററുകൾക്കും കൂടി അടുത്ത വർഷങ്ങളിൽ ഓർഡർ കിട്ടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കറണ്ട് ലെവലിൽ നിന്ന് നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയാണ്. ഒപ്പം ഇന്നലത്തെ പോസിറ്റീവ് ന്യൂസ് വന്നത് ഭാരത് ഇലക്ട്രോണിക്സിനെ, ടാറ്റ പാറ്റേൺസ്, NIB ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെയും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കുകൾക്കും വളരെ പോസിറ്റീവാണ്. ജൂപ്പിറ്റർ വാഗൺസ്, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, BEML, ടെക്സ്മാക്കോ റെയിൽ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾക്കും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. അപ്പോൾ ലോവർ ലെവലിൽ നിന്ന് ഈ സ്റ്റോക്കുകളൊക്കെ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള അഡാനി പവർ ലോവർ ലെവലിൽ നിന്ന് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ IB റിയൽ എസ്റ്റേറ്റ് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളായിരുന്നു വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിൻഡാൽകോ, JSL ലിമിറ്റഡ് ഒക്കെ. ഈ സ്റ്റോക്കുകളും ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ആസ്റ്റർ DM 118 രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡിവിഡൻഡ് ആണ്. April 23 റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഡിവിഡൻഡ് ഈൽഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡെലിവറി ബൈ ആണ് ആസ്റ്റർ DM. ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഇന്ത്യ ഡെവലപ്മെൻറ്റ് പ്ലാനുകളിൽ വലിയ രീതിയിലുള്ള ക്യാപെക്സ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് തന്നെയാണ് ലോങ് റണ്ണിൽ. ഇനി നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടൊരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഫ്ര. കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള സുപ്രീം കോടതി വെർഡിക്റ്റിന് ശേഷം 30% താഴെ വന്നിരിക്കുകയാണ്. വേസ്റ്റ് ഓവറാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. സുപ്രീം കോടതി വെർഡിക്റ്റിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഓൾറെഡി ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് റിഫ്ലക്റ്റഡ് ആയി കഴിഞ്ഞു. ഒപ്പം റിലയൻസ് പവർ അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനി തന്നെയാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആണ്. അപ്പോൾ ലോവർ ലെവലിൽ നിന്ന് ഈ സ്റ്റോക്കുകളിലും ബൈയും കാണാനുള്ള ചാൻസസ് ഉണ്ട്. എംഫാസിസിൻ്റെ വലിയൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആമസോണിൻ്റെ AWS ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. സ്ട്രാറ്റജിക് അഗ്രിമെൻ്റ് ആണ് ഇവർ സൈൻ ചെയ്തിട്ടുള്ളത്. ജനറേറ്റീവ് AI ഫൗണ്ടറി ആണ്. അതായത് ഫൈനാൻഷ്യൽ ഫേംസിന് ജനറേറ്റീവ് AI ടൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ്. എംഫാസിസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ആശാപുരി ഗോൾഡ് ഓർണമെൻറ്റ്സ് ലിമിറ്റഡ് BSE ലിസ്റ്റഡ് ഷെയർ ആണ്. 1 രൂപയാണ് ഫേസ് വാല്യൂ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 14.9 രൂപ പെർ ഷെയർ ആണ്. റൈറ്റ്സ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1:3.
3 ഷെയറിന് 1 ഷെയർ വെച്ചിട്ടാണ് റൈറ്റ്സ് ഇഷ്യൂ വരുന്നത്. 5.85 റൈറ്റ്സിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് 14.9 അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ റിസ്ക് എടുക്കുന്ന പെന്നി സ്റ്റോക്ക് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വെക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഒരുപക്ഷെ നല്ല ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടാൻ ചാൻസസ് ഉള്ളൊരു സ്റ്റോക്കും കൂടിയാണ്. ഗോൾഡ് ഓർണമെൻറ്റ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഉള്ളൊരു കമ്പനിയാണ്. ജുവല്ലറി മാനുഫാക്ചറിങ് ആണ്, റീറ്റെയിൽ സെയിൽസ് അല്ല. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട് ലോങ് റണ്ണിൽ. ഇന്നലെ ഈ BJPയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കവച് സിസ്റ്റംസ് അക്രോസ് ഇന്ത്യ ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടുള്ള എല്ലാ റെയിൽവേ ലൈനുകളിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ SBL പവറിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം സ്മോൾ മോഡുലർ റിയാക്ടർ, ന്യൂക്ലിയർ പവർ ജനറേഷന് വേണ്ടിയുള്ള സ്മോൾ മോഡുലർ റിയാക്ടർ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പ്രോസസ്സും വളരെ ഇംപ്രൂവ്ഡ് വെർഷനിൽ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ IOCനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. IOC ആണ് ആദ്യമായിട്ട് സ്മോൾ മോഡൽ റിയാക്ടർ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. IOCനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് വരുന്നുണ്ട്. ഉണോമിൻഡ, കാരണം ഗവൺമെൻറ്റിൻ്റെ പ്ലാനുകൾ EV ചാർജിങ് സ്റ്റേഷൻ അക്രോസ് ഇന്ത്യ സ്പ്രെഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഉണോമിൻഡയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാം. ഉണോമിൻഡയ്ക്കും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വേദാന്ത ലിമിറ്റഡിൻ്റെ പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് അറൗണ്ട് 4,000 crore ലോൺ കിട്ടാൻ പോവുകയാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വേദാന്തയ്ക്ക് ഇത്ര എമൗണ്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒപ്പം വേദാന്തയുടെ ഡീമർജറും നടക്കാൻ പോവുകയാണ്. വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. PFC ആണ് ഫണ്ട് ചെയ്തിട്ടുള്ളത്. PFCയുടെ ലോൺ ബുക്കും അതുപോലെ തന്നെ ബുക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. അപ്പോൾ PFC നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ള ഒരു പബ്ലിക് സെക്ടർ NBFC കമ്പനിയാണ്. നമ്മളിനി ടെസ്ല റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ടെസ്ലയുടെ CEO ഇലോൺ മസ്ക് ഈ മാസം ഇന്ത്യയിൽ വരികയാണ്. പ്രൈം മിനിസ്റ്ററായിട്ട് മീറ്റ് ചെയ്യുമെന്ന് പറയുന്നു, പ്ലാനുകൾ അനൗൺസ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. വരുന്നതിന് മുമ്പ് തന്നെ ടാറ്റ ഇലക്ട്രോണിക്സ് ആയിട്ട് അവർ സെമി കണ്ടക്ടർ സോഴ്സിങ്ങിനായിട്ടുള്ള അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ടെസ്ല വരുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. വലിയ അനൗൺസ്മെൻറ്റുകൾ വന്നേക്കാം. ലോ കോസ്റ്റ് ടെസ്ല കാറുകളൊക്കെ അനൗൺസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഏഷ്യാന ഹൗസിംഗ് അവരുടെ ഒരു പ്രൊജക്റ്റ് 15 മിനിറ്റ് കൊണ്ടാണ് വിറ്റ് തീർന്നിട്ടുള്ളത്. ലക്ഷറി പ്രൊജക്റ്റ് 224 ലക്ഷറി ഫ്ലാറ്റുകൾ 15 മിനിറ്റുകളെ കൊണ്ട് വിറ്റിട്ടുള്ളത്. 440 കോടി രൂപയ്ക്കാണ് വിറ്റിട്ടുള്ളത്. ഗുരുഗ്രാമിലാണ്, NCR റീജിയനിലാണ്. ഏഷ്യാന ഹൗസിങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗോദ്രേജ് ലോക്സ്, നമുക്കറിയാം ലോക്ക് വാങ്ങുമ്പോൾ, താഴുകളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഗോദ്രേജ് ലോക്സാണ് ചോദിച്ച് വാങ്ങാറ്. അപ്പോൾ ഈ കമ്പനി ഗോദ്രേജ് ഇൻഡസ്ട്രീസിൽ അണ്ടറിലാണ് വരുന്നത്. ഹ്യൂജ് എക്സ്പാൻഷൻ പ്ലാനുകളാണ്. ഇപ്പോൾ മാർക്കറ്റ് ഷെയർ 30%, 50% മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാനാണ് നീക്കം. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണിത്. അപ്പോൾ ഗോദ്രേജ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെലിവറി ബേസ്ഡ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങാവുന്നതാണ്. LICയുടെ അഡാനി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 2023 38,471 കോടിയായിരുന്നു അവരുടെ വാല്യുവേഷൻ. പക്ഷേ മാർച്ച് 2024 61,210 കോടിയായിട്ട് കൂടിയിരിക്കുകയാണ്. 59% ഇൻക്രീസ് വന്നിരിക്കുന്നത്. LICനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ധാരാളം അലഗേഷൻസ് അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് താഴെ വന്നപ്പോൾ LICനെ കുറിച്ചുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ മാറി പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകളാണെന്ന് മാർക്കറ്റിലുള്ളത്. എന്നിരുന്നാലും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇലക്ഷൻ റിലേറ്റഡ് വൊളാറ്റിലിറ്റി വരാം, മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ വരാം. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മാർക്കറ്റ് താഴെ വരുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുക. ഒപ്പം മാർക്കറ്റ് പീക്കിലെത്തുന്ന സമയത്ത് പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.